കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ല, പിണറായി വ്യാജനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫയലിൽ മുഖ്യമന്ത്രിയുടെ വ്യാജ ഒപ്പ്. ആർക്കും മുഖ്യമന്ത്രിയുടെ ഒപ്പിടാമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം രാജിവെച്ച് മാന്യത കാണിക്കുകയാണ് വേണ്ടത്. അതിൽ ആൾറെഡി മുഖ്യമന്ത്രി കണ്ടതാണ്, ഒപ്പിട്ടതാണ്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ വശങ്ങൾ പരിശോധിക്കണം. അത് അവരാണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം തരേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, വ്യാജ ഒപ്പാണെങ്കിൽ വളരെ വളരെ ഗൗരവമുള്ള വിഷയം. ഒപ്പ് എൻ്റെ ഒപ്പാണ്. അന്ന് മലയാള ഭാഷാ ദിനാചരണത്തിൻ്റെ ഫയൽ മാത്രമല്ല ഒപ്പിട്ടത്. 2018 സെപ്റ്റംബർ 6 എന്നൊരു ദിവസം 39 ഫയലുകൾ ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല ഇതുണ്ടാകാറ്, എൻ്റെ കയ്യിൽ യാത്രയുടെ ഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയാണ് കേരളം. സ്വാഭാവികമായും രാഷ്ട്രീയം ചൂടാവുകയുമാണ്. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ ആരോപണങ്ങൾക്ക് ശേഷം വെഞ്ഞാറമൂട്ടിലെ ദാരുണവും ക്രൂരവുമായ ഇരട്ടക്കൊലപാതകം വരെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വിഷയങ്ങളായിട്ടുണ്ട്. അക്കൂട്ടത്തിലെ പുതിയതൊന്ന് ഇന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി പൊട്ടിച്ചു. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിലിരിക്കെ ഫയലിൽ ഒപ്പിട്ടതായിരുന്നു അവരുടെ വിഷയം. ആ ഒപ്പ് മുഖ്യമന്ത്രി അല്ല, അദ്ദേഹത്തിൻ്റെ വ്യാജനാണ് ഒപ്പിട്ടത് എന്നതായിരുന്നു BJPയുടെ ആക്ഷേപം. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അത് വിശദീകരിച്ച് തള്ളി. താൻ തന്നെയാണ് ഒപ്പിട്ടത് എന്നും വിദൂരത്തിരുന്ന് ഒപ്പിടാവുന്ന സംവിധാനം ഭരണകാര്യങ്ങളിൽ നേരത്തെ മുതൽ തന്നെ ഉണ്ട് എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJPയും ലീഗ് അടക്കമുള്ള UDFും തമ്മിൽ സൗഹൃദത്തിലാണ് എന്ന ആരോപണവും അദ്ദേഹം ഉയർത്തി. നേരത്തെ നമ്മൾ കണ്ട PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇക്കാര്യത്തിലെ പ്രസ്താവനയാണ്. അദ്ദേഹം ഈ സൗഹൃദത്തിന് ഇവർ തമ്മിലുള്ള സൗഹൃദം എന്ന ആക്ഷേപത്തിന് തെളിവായിട്ട് മുന്നോട്ട് വെച്ചത്. ഈ വിഷയമാണ് നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. രാഷ്ട്രീയം ചൂടാകുന്നത് ഏത് ദിശയിലേക്കാണ്? ഒപ്പ് വിവാദം UDF കൂടെ ഏറ്റെടുക്കുമോ? സർക്കാരിനെതിരായി ഒന്നിച്ചു നിന്നുള്ള പോരാട്ടത്തിലാണോ BJPയും UDFും? സർക്കാർ പ്രതിരോധത്തിലാണോ? ഇക്കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ടുള്ളത്. സ്വാഗതം. CPM നേതാവ് ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ GB ഹരി, BJP നേതാവ് ശ്രീ PR ശിവശങ്കർ എന്നിവരാണ് നമ്മുടെ വിവിധ സ്റ്റുഡിയോകളിലും മറ്റും ഇരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി ടെലിഫോണിൽ നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. ആദ്യം ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, മുഖ്യമന്ത്രി അക്കാര്യം വിശദീകരിച്ച് തള്ളിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് കേരളത്തിലൊരു കേന്ദ്രമന്ത്രിയുണ്ട്, ഒരു MLA ഉണ്ട്. ഭരണകാര്യങ്ങളെക്കുറിച്ച് തീരെ അറിവില്ലാത്ത ആളുകളല്ല ആ പാർട്ടിയിലുള്ളത്. ചെറുപ്പക്കാരായുള്ള നേതാക്കളാണ്. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അറിവില്ലാതാകാൻ തരമില്ല. അപ്പോൾ അവർ ഡോക്യുമെൻറ്റുകളുമായി വന്നിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യം പറയുമ്പോൾ അതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതാണോ എന്ന് തോന്നുമല്ലോ ആളുകൾക്ക്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ ഒപ്പിടാനുള്ള സംവിധാനത്തെക്കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും BJPക്കാർക്ക് അറിയാവുന്നതുമായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനടക്കമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ ഇത്തരത്തിലൊരു ആക്ഷേപം മുന്നോട്ട് വെക്കുമോ? മുഖ്യമന്ത്രിയുടെ മറുപടി മതിയായതായോ? കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, മതിയായതായതെന്ന് തോന്നിയോ? ആ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ആക്ഷേപം ഉന്നയിച്ചവർക്കടക്കം മതിയായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഈ ഗവൺമെൻറ്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്ന നൈമിഷികമായ മാത്രമുള്ള ആരോപണങ്ങളാണ്. ഇതുവരെ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ അതുപോലെ കെട്ടടങ്ങിപ്പോയി. അപ്പോൾ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇതേപോലുള്ള ആരോപണങ്ങൾ ദിവസേന ഉന്നയിക്കും. അല്പം ആയുസ്സേ അതിനുണ്ടാവും. അത് കഴിയുമ്പോൾ വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യമാകുമ്പോഴത്തേക്ക് അവർ തന്നെ നാണം കെട്ടൊളിക്കേണ്ടി വരും. അതാണ് അതിനെ സംബന്ധിച്ചുള്ള അവസ്ഥ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണം കേട്ടപ്പോൾ ബോധ്യമായി കാണും ആളുകൾക്ക്. ആരോപണം ഉന്നയിക്കുന്നവർക്കൊരു പുകമറ പരത്തിൽ മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. അല്ലെങ്കിൽ അവർക്കിത് അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ ആഫീസിലിരിക്കുന്നവരാരോ പറഞ്ഞു കാണും ഇങ്ങനെ ഒരു ഒപ്പ് കള്ളൊപ്പിട്ടെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വ്യാജ ഒപ്പല്ല, ഒറിജിനൽ ഒപ്പ് തന്നെ. ഞാനന്ന് 39 ഫയലിൽ ഒപ്പിട്ട്, ഒരൊപ്പിലല്ല, ഒരു ഫയലിൽ മാത്രമല്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ആര് പറയണം ഇക്കാര്യത്തിൽ?
മുഖ്യമന്ത്രിയുടെ കള്ള ഒപ്പിട്ടെന്നാണല്ലോ പ്രചരണം വന്നത്. പൊടിഞ്ഞു പോയില്ലേ? എത്ര മണിക്കൂറായി ഇതിന് ആയുസ്സുണ്ടായിരുന്നത്? അതുപോലെ ഇത് കൊണ്ടുവരുന്ന ആരോപണങ്ങളൊക്കെ തിരിഞ്ഞുകുത്തും അവസാനം. ഞാൻ ഈ BJPയുടെ നേതാക്കൾക്കൊന്നും വിവരമില്ലാന്നൊന്നും ഞാൻ പറയില്ല, വിവരമുള്ള നേതാക്കളും അതിനകത്തുണ്ട്. പക്ഷേ രാഷ്ട്രീയ ആയുധമാക്കി ഗവൺമെൻറ്റിനെ പഴിചാരാൻ അതൊക്കെ അവർ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം കുപ്രചരണങ്ങൾ നടത്തുമെന്നുള്ളതേ ഉള്ളൂ. അത് വിശേഷിച്ച് BJPയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. എന്ത് നുണയും പറയുക, 1000 വട്ടം അത് പറഞ്ഞാൽ അത് കുറേ ആളുകൾ വിശ്വസിക്കും. ഈ സത്യം പറയുന്ന ഇപ്പം മുഖ്യമന്ത്രി അതിൻ്റെ നിജസ്ഥിതി പറഞ്ഞ എല്ലാവരും കേട്ടെന്ന് വരില്ല. BJP പറഞ്ഞ ആരോപണങ്ങൾ കുറച്ച് കേട്ടെന്ന് വരാം. ആ കേട്ട എല്ലാവരും എത്തിയില്ലെങ്കിൽ അത്രയും പേരുടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ കുറേ പേരെങ്കിലും സത്യമാണെന്ന് വിശ്വസിക്കും. അതിനപ്പുറം അവർക്കും ഒരു ലക്ഷ്യബോധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പറയുന്നവർക്ക് തന്നെ അറിയാം ഇതൊരു കളവാണ്. ഇതിന് മുഖ്യമന്ത്രിയുടെ ഒപ്പ് ആരെങ്കിലും കള്ള ഒപ്പിടുമോ? ഒപ്പിടില്ല എന്നൊക്കെ അവർക്ക് വ്യക്തമായി അറിയാമെങ്കിലും കുറച്ച് നാൾ നിൽക്കട്ടെ, ഈ ആരോപണം നിൽക്കട്ടെ. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായി BJPക്ക് അല്ല പിണറായി വിജയനെതിരായി 10 വാചകം മൊഴി പറഞ്ഞിട്ടിട്ട് പോയാൽ കുറേ പേരെങ്കിലും വിശ്വസിക്കട്ടെ. ആ ലക്ഷ്യം മാത്രമേ അതിനകത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുന്നവരെ കാര്യത്തിൽ വിവരമില്ലാത്തവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ നല്ല വിവരമുള്ളവരാകും, ബോധപൂർവം പറയുന്നതാണ് ഇതെല്ലാം. ശരി, ശ്രീ ശിവശങ്കർ, ഇത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നൊരു സംഗതി ഉണ്ട് എന്നൊക്കെ നാട്ടുകാരിൽ പലർക്കും ഇപ്പോഴറിയാം. ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഈ കാലത്ത് എല്ലാവരും എന്നറിയാത്ത ആളുകൾ BJP മനസ്സുള്ള ആളുകളിൽ പോലും ഉണ്ടാവുകയില്ല. പക്ഷേ എന്നിട്ടും നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം എടുത്തു വെച്ചു. മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ ആക്ഷേപം കേൾക്കുമ്പോൾ തന്നെയും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തോന്നിയ കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് BJP ഇത്രക്ക് സില്ലിയായിട്ട് തള്ളിക്കളയേണ്ടത് എന്ന് പറയാവുന്നൊരു ആക്ഷേപം മുന്നോട്ട് വെച്ചത്? അദ്ദേഹം പറയുന്നത് പോലെ കുറച്ചാളുകളെങ്കിൽ കുറച്ചാളുകളൊന്ന് വിശ്വസിച്ചൊരു പുകമറ ഉണ്ടാകട്ടെ എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല. ഇതിൻ്റെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്, അല്ലെങ്കിൽ അത് ഇവോൾവ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയാം. ഞാൻ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ അതൊരു ഇഷ്യൂ ആവുന്നുള്ളതുകൊണ്ട്. ഒന്ന്, ഇത് ഏത് ഫയൽ മാനുവൽ പ്രകാരമാണ് ഇത്തരത്തിലുള്ള സിഗ്നേച്ചർ ഉള്ളത്? നമുക്കറിയാം, ഒരു സെക്രട്ടേറിയറ്റ് ഫയൽ മാനുവൽ എന്നുള്ള ഒരു നിയമസംഹിതയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും BJPക്കാർ അകത്ത് കിടക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ BJPക്കാർക്ക് ഭരണവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പല ചാനലും പലരും പറയുന്നുണ്ട്. ഏതായാലും ശ്രീ ആനത്തലവട്ടം സഖാവ് അത്രയും പറഞ്ഞില്ല, വളരെ സന്തോഷം. ഏതായാലും അങ്ങനെ ഒരു ഫയൽ മാനുവൽ ഉണ്ട്. ഫയൽ മാനുവൽ പ്രകാരം ഏതായാലും ഇങ്ങനത്തെ ഒരു സിഗ്നേച്ചർ ഓതൻറ്റിസിറ്റി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അറിയുന്നു. ശ്രീ സഖാവ് ആനത്തലവട്ടം എതിരുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ തിരുത്താം. ഒന്ന് ആ കാര്യം. രണ്ട്, നമുക്കറിയാമല്ലോ സനീഷേ, ഒരു ഫയലിൻ്റെ, ഒരു പ്രധാനപ്പെട്ട ഒരു ഫയലിൻ്റെ അല്ലെങ്കിൽ അപ്രധാനപ്പെട്ട ഫയലിൽ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരു ഭരണത്തലവൻ സിഗ്നേച്ചർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് ആ ഫയലിൻ്റെ അവസാനമായിരിക്കും. സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റിലെ ബെഞ്ച് ക്ലർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഡിവിഷൻ ക്ലർക്കോ അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി അത്തരത്തിലുള്ള ആളുകൾ സൈൻ ചെയ്തതിന് ശേഷം അവസാനമായിരിക്കും, ചിലപ്പോൾ മറ്റു മന്ത്രിമാരും സൈൻ ചെയ്തതിന് ശേഷം ആയിരിക്കും ഏറ്റവും പേജിൻ്റെ അവസാനമാണ് മുഖ്യമന്ത്രി സൈൻ ചെയ്യേണ്ടത്. ഇതിൽ അങ്ങനെയല്ല കാണുന്നത്. അതിലും ഞാനൊരു ന്യായമായും ഞങ്ങൾക്കൊരു സംശയം തോന്നുന്നു, ഇത് അത്തരത്തിലുള്ള ഒരു സിഗ്നേച്ചർ ആണോ എന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞതിലുള്ള ക്ലാരിഫിക്കേഷൻ, ചിലപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതായിരിക്കാം ശരി. ഈ സിഗ്നേച്ചർ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ ഇറ്റ്സ് നോർമലി എൻക്രിപ്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സിഗ്നേച്ചർ കാണില്ല. അവിടെ ഒരു റൈറ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കോ ഒക്കെ സാധാരണ കാണാറുള്ളൂ. ഇത് മുഖ്യമന്ത്രിയുടെ സിഗ്നേച്ചർ ഇനി വല്ല സ്പെസിഫിക് പാറ്റേണിലാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിലും ദ സിഗ്നേച്ചർ വിൽ നോട്ട് ബി ഷോൺ ഇൻ എ പ്രോപ്പർ മാനർ. നമ്മളിപ്പോൾ കണ്ട പോലെ ഒരു ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉണ്ടാവില്ല. അവിടെയും വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, അദ്ദേഹം ഐപാഡൊക്കെ എടുത്ത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങളും ഐപാഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു ടെക്നിക്കലി ഒരു മാർസിയൻ സിസ്റ്റം പ്രകാരം ഒരു തെറ്റുണ്ട്. അദ്ദേഹം ഐപാഡ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ഒരു അമേരിക്കൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ അമേരിക്കൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി, സന്തോഷം, നല്ല കാര്യം. അദ്ദേഹത്തിന് ചൈനീസ് ലെനോവയോ മറ്റൊക്കെ ഉപയോഗിക്കായിരുന്നു. അതായിരുന്നു കുറച്ചും കൂടി ഒരു മാർസിയൻ സിദ്ധാന്തപരമായി ശരിയുള്ളത്. ഞാൻ അത് അറിയത്തില്ല, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ അദ്ദേഹം ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിൻ്റെ ഐപെൻ കൊണ്ട് സിഗ്നേച്ചർ ചെയ്യാം. അതൊക്കെയാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ആയാലും ഒരു ഒപ്പ് ഇത് എൻ്റേതാണെന്ന് പറയേണ്ടി വരുന്ന മുഖ്യമന്ത്രിയുടെ ഗതികേട്, പിന്നെ ഇത് മാനുവൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നം, ഇത് എവിടെ ഇട്ടു എന്നുള്ള പ്രശ്നം, ഇങ്ങനെ പല കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഇവോൾവ് ചെയ്ത് വരാനുണ്ട്, പരിണമിച്ചു വരാനുണ്ട്. നമുക്കറിയാം, ലൈഫിൻ്റെ കാര്യത്തിലായാലും ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലായാലും. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വളരെ വളരെ തമാശയായിട്ടാണ് തോന്നുന്നത് എന്ന കാര്യം പറഞ്ഞാൽ താങ്കൾ അതിൽ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ശരിയാണ്, അങ്ങനെ ഒരു ആക്ഷേപം ന്യായീകരിക്കേണ്ട കാര്യമുണ്ട്. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി ശിവശങ്കർ, താങ്കൾ
കേൾക്കുന്നുണ്ടോ? എന്നൊരാളുടെ പേരിൽ ഒരു പത്രത്തിൽ വന്നത് ഞാൻ പറയുന്നിടത്ത് ഒപ്പിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള വരെ ആരോപണങ്ങൾ ഒരു ബൈലൈൻ വെച്ച് ഒരു പത്രത്തിൽ വന്നിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തുള്ള ഭരണം കുറച്ചുകൂടി നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല എന്ന് വരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ശിവശങ്കർ താങ്കളിലേക്ക്. എനിക്ക് ഞാൻ ചോദിച്ചത് താങ്കൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ GV ഹരി, താങ്കൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് പരിചയമുള്ളതാണ്. ഇത് പരിചയപ്പെടാൻ പ്രത്യേകിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാകേണ്ടതല്ല. ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ എനിക്കറിയാമായിരുന്നെങ്കിലും ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് എന്താണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് നോക്കിയതാണ്. അത് ഈ പറയുന്ന പോലെയല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അറിയാഞ്ഞിട്ടല്ല എങ്കിലും നമ്മളൊന്ന് ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ശ്രീ GV ഹരി, കോൺഗ്രസ് ഈ ആക്ഷേപത്തിനൊപ്പം നിൽക്കുമോ? അല്ല, ഞങ്ങൾ കൊണ്ടുവന്നൊരു ആക്ഷേപമല്ലല്ലോ. ശ്രീ ശിവശങ്കർ അതിനെക്കുറിച്ച് പറയേണ്ടതാണ്, BJP ആണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സനീഷെ, ഒരാഴ്ചയ്ക്ക് മുമ്പ് മന്ത്രിസഭ കൂടിയതിന് ശേഷം ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് പ്രധാനപ്പെട്ട ഫയലുകളൊന്നും പുറത്തു പോകാൻ പാടില്ല എന്നൊരു തീരുമാനം മന്ത്രിസഭയുടേതായിട്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇത്രയും പ്രധാനപ്പെട്ടത് എന്ന് BJP പറയുന്ന ഈ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അത് പിന്നെ ഒരു പബ്ലിക് ഡൊമൈനിലുള്ളൊരു ഫയലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ പോലും ഈ കാര്യങ്ങൾ രേഖാമൂലമൊക്കെ തന്നെ ശ്രീ സന്ദീപ് വാര്യരുടെ അടുത്ത് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാനത്തലവട്ടം സഖാവ് ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, സഖാവ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ സർക്കാരിന് വരുന്നത്, CPM വരുന്നത്. ഇതിനകത്ത് പറയുന്നതെല്ലാം അബദ്ധത്തിലേക്ക്, പല കാര്യങ്ങളും പറയുന്നു, പക്ഷേ അതിന് വിപരീതഫലമായൊരു ഫലമാണ് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളൊന്നും നേരെയായി വരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏറ്റവും അവസാനമായി ഈ ഫയലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ അനിൽ അക്കര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, അതായിരിക്കും ചർച്ചയ്ക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ അത് ഇതിനകത്ത് ചർച്ചയ്ക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് യൂണിടെക് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, യൂണിടെക്കിനെ നിയമിച്ചിട്ടുള്ളത് ക്രസൻ്റ് ആണെന്നാണ്. സനീഷ് ഓർമ്മിക്കുന്നുണ്ടാവും. അത്തരത്തിലൊരു ആരോപണത്തിന് ശേഷം ഇന്നിപ്പോൾ അനിൽ അക്കര പുറത്തുവിട്ടിരിക്കുന്നു ശ്രീ AC മൊയ്തീനും അതോടൊപ്പം കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും തമ്മിൽ അറിഞ്ഞുകൊണ്ടാണ് യൂണിടെക് എന്ന് പറയുന്ന കമ്പനിയെ ബിൽഡേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു പ്രധാനമായ വിവരവും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ആനത്തലവട്ടം സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, വളരെ മോശപ്പെട്ട സമയമാണ്, വളരെ മോശപ്പെട്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പക്ഷേ ഏറ്റവും അവസാനമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെഞ്ഞാറമൂട്ടിലെ കാര്യത്തിനകത്ത് 2:45 മണിക്ക് പ്രതിയെ അല്ലെങ്കിൽ അതിൻ്റെ ദൃക്സാക്ഷിയെ പുറത്തിറക്കി ഉപദേശം കൊടുത്തു എന്ന MP യുടെ ആരോപണവും ഇപ്പോൾ ശരിയായിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ആഭ്യന്തര വകുപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൻ്റെ പോലീസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അന്വേഷണങ്ങൾ ശരിയായി പോകുന്നില്ല. സെക്രട്ടേറിയറ്റിനകത്ത് NIA കയറിയിരിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഏജൻസിയാണ്, അന്വേഷണ ഏജൻസിയാണ് NIA എന്ന് പറയുന്നത്. ആ NIA ഇപ്പോൾ കേരള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കാം. ആ സനീഷ് മാധ്യമപ്രവർത്തകനാണ്, താങ്കൾക്കറിയാം ഇവിടെ ഒരുപാട് സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ട്. എനിക്കറിയില്ല, എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം, NIA ഇന്നേ വരെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ സെക്രട്ടേറിയറ്റിനകത്ത് കയറി അവിടെ പരിശോധന നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. അത് ഉണ്ടെങ്കിൽ തിരുത്തണം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സനീഷ് ഒന്ന് തിരുത്തണം. അങ്ങനെ ഒരു കാര്യവും കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. പ്രളയങ്ങളുണ്ടായിരിക്കുന്നു, അതൊക്കെ പിന്നെ ആരോ പറഞ്ഞോളൂ, നമ്മളാരും മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ പോലും മനുഷ്യനിർമ്മിതമായൊരു പ്രളയം ഉണ്ടായിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇനി ഓണത്തിനിടയിൽ എന്താ സംഭവിച്ചത്? ഓണത്തിനകത്ത് ഒരു നിമിഷം ശ്രീ ഹരി, ഞാൻ അതിനകത്ത് ഒന്ന് ഇടപെട്ട കാര്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് ഇവർ തമ്മിലൊരു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഉണ്ട്. അതായത് സൗഹൃദം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, UDF-ഉം BJP-യും തമ്മിലൊരു സൗഹൃദമുണ്ട് എന്നടക്കമുള്ള അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടെ ചേർത്താണ് ഈ ചർച്ച. പക്ഷേ അപ്പോഴും എനിക്ക് ഈ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തുടങ്ങിയ ഈ വിഷയത്തിലേക്കൊന്ന് വരേണ്ടതുണ്ടല്ലോ. ഈ ഒപ്പിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് കയറിയിട്ട് ആദ്യം തന്നെയും കേൾക്കുമ്പോൾ തോന്നുക എന്തൊരു ഗൗരവമില്ലാത്തൊരു ആക്ഷേപമാണ് ഈ ഉന്നയിക്കുന്നതെന്നാണ്. അതായത് ഡിജിറ്റൽ ഒപ്പൊക്കെ ഇടാനുള്ള സംവിധാനം ഇപ്പോൾ ലോകത്തെമ്പാടും ഇതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഫയൽ ഒപ്പിടാൻ വലിയ ഗൗരവമുള്ളൊരു കാര്യമാണോ എന്ന തോന്നലുണ്ടാകും. ആ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ തോന്നലുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഈ മലയാളം മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ളൊരു ഒപ്പ് സംബന്ധിച്ചൊക്കെ ഇത്ര വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കേണ്ടതുണ്ടോ എന്ന സംശയവും എനിക്കുണ്ടായി. ശ്രീ GV ഹരി, ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്ത് തുടങ്ങി ശിവശങ്കറിലൂടെ വന്നിട്ട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, ഇപ്പോൾ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കെ തന്നെയാണ് BJP ആദ്യം സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും, മുഖ്യമന്ത്രി അതോടെ രാജിവെക്കേണ്ടി വരുമെന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ വന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് K. സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളെന്ന് UDF കണക്കാക്കുന്ന സംഗതികളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമോ മറ്റോ ഇതിനിടയിൽ നടക്കുന്നുണ്ടാവുമോ? എന്തുകൊണ്ടായിരിക്കണം വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഈ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വാർത്താ സമ്മേളനം നടത്തി
ഇങ്ങനെ കാര്യങ്ങൾ പറയാനൊക്കെ BJP ഉദ്ദേശിക്കുന്നുണ്ടാവുക? സനീഷെ, അവിടെ സനീഷിൻ്റെ ആ ഒരു വിലയിരുത്തൽ തെറ്റല്ലെന്ന് ഞാൻ പറയും. 100% ആ വിലയിരുത്തലിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് അറിയാത്ത ആളുകളല്ല നമ്മളാരും. ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ അതല്ല. ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത് സിഗ്നേച്ചറിൻ്റെ ആവശ്യമില്ല. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ജസ്റ്റ് എ വെരിഫിക്കേഷൻ ടിക്ക്. ഇത് മാത്രമാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഉണ്ടാവുക. അതിനകത്തുള്ള പ്രോസസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യേകമായൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു പെൻ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ആ പെൻ ഡ്രൈവ് അതിനകത്ത് ഓതറൈസ് ചെയ്തിരിക്കുന്ന ആൾക്ക് മാത്രമേ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാൻ കഴിയുള്ളൂ. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതും ഞാൻ കണ്ടതുമായ രേഖയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ കൈകൊണ്ടുള്ള ഒപ്പാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്നിപ്പോൾ ബഹുമാനായ ധനവകുപ്പ് മന്ത്രിയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് അതിനകത്ത് സ്കാൻ ചെയ്ത് ഒപ്പ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കപ്പെടേണ്ട. കാരണം ആ രേഖകളൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങളല്ലല്ലോ അത് കൊണ്ടുവന്നിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ ഞാൻ അടിവരയിടുന്നു. വളരെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്തടക്കം ഏറ്റവും പ്രധാനമായിട്ട് തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ യഥാർത്ഥത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പോലുള്ള ഫ്ലാഗ് പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ള 9 കോടി രൂപയുടെ അഴിമതി അടക്കം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ BJP അവരെ സഹായിക്കുന്നു പറഞ്ഞാൽ തെറ്റ് കാണാൻ കഴിയില്ല. സ്വാഭാവികമായി ആലോചിക്കുന്ന ആളുകൾക്കൊക്കെ അത് ശരിയാണെന്ന് തോന്നിയേക്കാം. പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ഈ വെഞ്ഞാറമൂട്ടിലെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ 143 ഓഫീസുകൾ അടിച്ചു ചേർത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താൻ 143 കോൺഗ്രസിൻ്റെ ഓഫീസുകൾ അടിച്ചു പൊട്ടിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? സംഘർഷം ഉണ്ടാക്കുക. സംഘർഷമുണ്ടാക്കി വാർത്തകൾ മാറ്റിവെക്കുക. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്യാത്തത്? ഒരാഴ്ചക്കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടത് NIA-യെക്കുറിച്ചും സ്വപ്നയെക്കുറിച്ചുമാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതൊന്നുമില്ല. എന്താ കാര്യം? വളരെ കൃത്യമായി അവരത് പ്ലാൻ ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം ഇതിനകത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ എൻ്റേതാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഇട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ശ്രീ ആനന്ദവട്ടം സഖാവ് പറഞ്ഞ പോലെ അതിനകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. അത് അപ്രസക്തമാവുകയാണ്. ഇപ്പോൾ എൻ്റെ കള്ള ഒപ്പിട്ടു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനകത്തൊരു വാലിഡിറ്റി ഉണ്ടായിരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ഇതേക്കാൾ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ നാട്ടിലില്ലേ ചർച്ച ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അപ്പോഴും ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുന്നു, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ആ വാർത്താ സമ്മേളനം നടന്നത് എന്നത് മാത്രമല്ല ഇത് ചർച്ചാർഹമാക്കുന്നത്, അത് മുഖ്യമന്ത്രി വിശദമായിട്ട് നൽകിയ മറുപടി കൂടെയാണ്. മുഖ്യമന്ത്രി അതിനെ അവഗണിച്ച് തള്ളിപ്പോയിരുന്നെങ്കിൽ ആർക്കെങ്കിലും മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ ശ്രദ്ധിക്കുന്ന ആളുകൾക്കോ ഇക്കാര്യത്തെ ചർച്ച ചെയ്യാൻ തോന്നുമായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി അതിന് വിശദമായി തന്നെയും മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ശ്രീ ശിവശങ്കർ ആ മറുപടിയെ സമ്മതിച്ചു തരുന്നില്ലല്ലോ. അതായത് ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയാണ് ഇതിന് ഇടയിൽ ഒപ്പുവന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതല്ല ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്. അതായത് ഇത് ഗൗരവമില്ലാത്ത കാര്യമാണ് എന്ന് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നല്ലേ BJP പറയുന്നത്? ശ്രീ ആനന്ദവട്ടം ആനന്ദൻ. മിസ്റ്റർ ശിവശങ്കർ ഇതൊരു ഗൗരവമുള്ള കാര്യമായി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി സന്ദീപ് വാര്യർ ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന് ഏതോ ഗൗരവമുണ്ടെന്ന് തോന്നി പറഞ്ഞതാണ്. ഇതിനകത്തൊരു ഗൗരവമില്ലെന്ന് മാത്രമല്ല, അത് ചീറ്റിപ്പോയി. അദ്ദേഹത്തിന് സംശയം തോന്നി. സെക്രട്ടേറിയറ്റ് മാനുവലിൽ ഇത് എഴുതി ചേർത്തിട്ടുണ്ടോ, മാനുവൽ നിർദ്ദേശപ്രകാരമാണോ ഒപ്പിട്ടത്? കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മാനുവൽ ഉണ്ടാകും 1957 ഗവൺമെൻറ് കാലത്താണ്. അതിനുശേഷം അത് പരിഷ്കരിക്കുന്നത് 1996 96 ഈ സിസ്റ്റം നടപ്പായില്ല. ഏതാണ്ട് 2014-2016 ആയപ്പോഴാണ് ഇമെയിൽ സിസ്റ്റവും ഈ പുതിയ സംവിധാനം വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഈ സിസ്റ്റം പരിഷ്കരിക്കുന്നത് 2019 എന്താ വേണ്ടത്. ഇപ്പോൾ മിനിസ്റ്റർ ശിവശങ്കറിനടക്കം അറിയാം, പ്രൈം മിനിസ്റ്റർ രാജ്യം വിട്ട് മിക്കവാറും 6 മാസം വിദേശത്തായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. അപ്പോഴൊക്കെ ഇവിടുത്തെ ഭരണം എങ്ങനെയാണ് നടത്തിയത്? ഈ സംവിധാനം അനുസരിച്ചാണ്. ഇമെയിലായി അയച്ചു കൊടുക്കും, അവിടെ അദ്ദേഹം അത് ഒപ്പിട്ട് തിരിച്ചയച്ചു കൊടുക്കും. ആർക്കും സംശയം തോന്നില്ല. അല്ല 6 മാസം ഇവിടെ അദ്ദേഹം വർഷത്തിൽ 6 മാസം വെളിയിലായിരുന്ന അവസരത്തിൽ ഇന്ത്യയുടെ ഭരണം ഇല്ലായിരുന്നെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഞാനങ്ങനെ ധരിക്കുന്നില്ല. ഇവിടുത്തെ ഗവർണർക്ക് ഇവിടെ നിന്ന് തന്നെ കേരള ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കുക, ഗവർണർക്ക് അയച്ചു കൊടുക്കുന്ന ഫയലുകൾ, പ്രൈം മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്കുന്ന ഫയൽ, ഇതൊക്കെ ഇമെയിലിൽ അയച്ചു കൊടുക്കാറുണ്ട്. അവരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ സ്നേഹിതൻ സന്ദീപ് വാര്യർക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയുന്ന ഒരാളാണ്. പക്ഷേ മറ്റ് കാര്യങ്ങളെന്ന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരെണ്ണം വേണ്ടേ? ഇപ്പോൾ ഹരി പറയുകയുണ്ടായി, സ്വർണ്ണക്കടത്ത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. സ്വർണ്ണക്കടത്ത് തിരിഞ്ഞു പോയപ്പോൾ തിരിഞ്ഞു കുത്തുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. ഒരാരോപണം ഉന്നയിച്ച് ആ ആരോപണത്തിന് രക്ഷപ്പെടാൻ വേറൊരു ആരോപണം കൊണ്ടുവരികയാണ്. എന്തെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഉയർത്തിക്കൊണ്ട് വരണമല്ലോ. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുടെ കുറച്ച് അതും ഇപ്പോൾ എന്താ പറയുന്നത്, മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും അറിയാമല്ലോ അവർ കരാർ ആർക്കാണ് കൊടുത്തതെന്ന്. ആരാണ് കരാർ കൊടുത്തതെന്നുള്ളതിനെ കുറിച്ച് എന്താ മിസ്റ്റർ ഹരി നിങ്ങൾ മിണ്ടാഞ്ഞത്? കരാർ കൊടുത്ത ആരാണ്? കോൺസുലേറ്റ് അല്ലേ? അല്ല, കേരള ഗവൺമെൻറ്റാണോ കൊടുത്തത്? യൂണിടാക് എന്ന് പറയുന്ന കമ്പനിക്ക് കരാർ കൊടുത്തു. ആ വിവരം കേരള ഗവൺമെൻറ് അറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. എത്ര കാലമായി പറയുന്നു.
അത് മൊയ്തീനും പിണറായി വിജയനും മാത്രമേ അറിയാവുള്ളൂ. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അറിയില്ലേ? അവരാണ് കൊടുത്തത്, അവരാണ് കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്, അവരുടെ പൈസയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചർച്ച ചെയ്തു. അതെല്ലാം പൊളിഞ്ഞു പോയി. ലൈഫിൽ കൊണ്ടുവന്ന ആരോപണങ്ങൾ കെട്ടിപ്പൊക്കിയ ആരോപണം പൊളിഞ്ഞു പോയി. സ്വർണ്ണക്കടത്തിൽ കെട്ടിപ്പൊക്കിയ ആരോപണം പൊളിഞ്ഞു പോയി. അങ്ങനെ വന്നപ്പോൾ ഇതിനെ ചർമ്മണം നടത്താൻ വേറെന്താ ഉള്ളത്? വേറെ കാര്യങ്ങളിലേക്ക് പോകണം. ഇപ്പം മുഖ്യമന്ത്രി തന്നെ തിരുവോണത്തിൻ്റെ തലേ ദിവസം പറഞ്ഞു 100 ദിവസത്തിനിടയിൽ 100 പദ്ധതികൾ. കേരളത്തിലെ ജനങ്ങൾ കാതുകൂർത്ത് കേട്ടതാണ് ആ പദ്ധതികൾ. ആ പദ്ധതികൾ നടപ്പാക്കാൻ പോവുകയാണ്. പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പോവുകയാണ്. പുതിയ പദ്ധതികൾ വരാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് തമസ്കരിക്കണം, ചർച്ച ചെയ്യാതിരിക്കണം. അതിന് ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവന്നതല്ലേ. ഒരു കാര്യം കൂടി ഹരി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു. ക്രമസമാധാനം തകർക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമെന്നാണ്. വെഞ്ഞാറമൂട് സംഭവം എടുത്ത് ഉയർത്തി കാട്ടിക്കണ്ടേ. സംഭവത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആനന്ദവട്ട, നമുക്ക് ആ വിഷയത്തിലേക്ക് കൂടെ ഒന്ന് സ്പർശിച്ച് പോകേണ്ടതുണ്ട്. ശ്രീ ശിവശങ്കർ, ഇവിടെ ഈ പറയുന്ന യൂട്യൂബിലൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാവുന്നേ, ആളുകൾക്ക് ദൂരെ ഇരുന്നു കൊണ്ട് കൈകൊണ്ട് തന്നെയും ഒപ്പിടാം. അതായത് നിങ്ങളുടെ കൈയക്ഷരത്തിലെ ഒപ്പ് തന്നെ ഇടാവുന്ന സംവിധാനമുണ്ട്. താങ്കൾ പിന്നെയും അത് ന്യായീകരിക്കുന്നത് എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്യാവുന്നൊരു സംവിധാനമുണ്ട്. പിന്നീട് ഈ അദ്ദേഹം നേരത്തെ അത് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു 2013 IT ഡിപ്പാർട്ട്മെൻറ്റിന് ഓർഡറുണ്ട്. ഗവൺമെൻറ് ഹാവ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ഇ-ഓഫീസ് സോഫ്റ്റ്വെയർ. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നും ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്യുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. അദ്ദേഹം അത് വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തു, ആ പ്രത്യേകമായിട്ടുള്ള ഗവൺമെൻറ് ഓർഡർ. അപ്പോൾ ഇത്തരം ഒരു വളരെ ഗൗരവമില്ലാത്തൊരു ആക്ഷേപമൊക്കെ ഉന്നയിക്കുകയും അത് ചർച്ച ചെയ്യുകയും അത് നാട്ടുകാരെ കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ BJPക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടതല്ലേ? അല്ല, ഞാനത് അംഗീകരിച്ചാണല്ലോ ഇവിടെ. ഐപാഡിൽ വെച്ചിട്ട് ഐപെൻ വെച്ചിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാം. അതാണെങ്കിൽ അതാണെന്ന് പറയണം. അപ്പോൾ നേരത്തെ GB ഹരിഞ്ഞ പോലെ എൻക്രിപ്റ്റഡ് റൈറ്റ് സിഗ്നേച്ചറോ ക്വസ്റ്റ്യൻ സിഗ്നേച്ചറോ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതാണെന്ന് പറയണം. പക്ഷേ അതും സ്കാൻ ചെയ്താൽ മനസ്സിലാവും ഡിജിറ്റൽ സിഗ്നേച്ചർ ആണോ അല്ലെങ്കിൽ പെൻ വെച്ചിട്ടാണോ. അത് കൂടുതൽ അന്വേഷണത്തിന് വരേണ്ടതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അറിയാവുന്ന ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളുടെ നിരയിലെ ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെയും മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം ശ്രീ ആനന്ദവട്ടമാണെന്ന് സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം രാജ്യം വിട്ടു നിൽക്കുമ്പോൾ ഈ പറയുന്ന നാട്ടിലെ ഭരണമോ ഫയൽ ഒപ്പിടലോ ഒന്നും നടക്കുകയില്ല എന്നാണോ BJP വിചാരിക്കുന്നത്? അതാണോ നാട്ടുകാരോട് നിങ്ങൾ പറയുന്നത്? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഫയൽ മാനുവൽ പ്രകാരം നിയമം പുതുക്കിയിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കുഴപ്പമായിരുന്നു നിയമം പുതുക്കാണ്ട് നിയമത്തിലില്ലാത്ത ഒരു സാങ്കേതിക വിദ്യ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത്. രണ്ട്, ഈ സിഗ്നേച്ചർ ഐപെൻ വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹം പൊക്കി കാണിച്ച ഉയർത്തി കാണിച്ച ഐപാഡിലും ഐപെൻ വെച്ചിട്ടും അങ്ങനെയും ചെയ്യാം. ഡിജിറ്റൽ സിഗ്നേച്ചർ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ വിദേശത്തിരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ സിഗ്നേച്ചർ വരേണ്ടത് ഇങ്ങനെയല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണെങ്കിൽ അദ്ദേഹം അന്വേഷിക്കട്ടെ. ഒരു നിമിഷം വ്യക്തത ഉണ്ടാക്കിയിട്ട് പോകാം. ഞാൻ മനസ്സിലാക്കിയത്, ഞാനിപ്പോൾ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നെ മനസ്സിലാക്കിയത്, അവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക് പേപ്പറിൻ്റെ രൂപത്തിൽ തന്നെയും ഈ കാര്യം നമുക്ക് മെയിൽ ചെയ്ത് കിട്ടുകയോ അല്ലെങ്കിൽ ആ സംവിധാനത്തിലൂടെ വരികയോ ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ ആ സ്റ്റെൻസിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നിങ്ങൾക്ക് ഒപ്പിടാം. നിങ്ങളുടെ ഒപ്പ് തന്നെയും ഇടാം. അതായത് ആ പേപ്പറിനകത്ത് ഇതാണ് പേപ്പറെങ്കിൽ ഇതിലിവിടെയാണ് ഒപ്പിടേണ്ടതെങ്കിൽ ഇവിടെ തന്നെയും ഒപ്പിടാവുന്ന സംവിധാനമുണ്ട്. എനിക്ക് ശ്രീ ശിവശങ്കറിനോട് ഇത് പറഞ്ഞു തരേണ്ടി വരുന്നതിലുള്ള അഭംഗി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന് സർക്കാർ സംവിധാനങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നാണ്. ഞാനതാണ് വായിച്ചത്. 24/8/2013 IT ഡിപ്പാർട്ട്മെന്റ് ഓർഡർ, ഗവൺമെന്റ് ഹാവ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് ദ ഇ-ഓഫീസ് സോഫ്റ്റ്വെയർ ഫോർ ഫയൽ പ്രോസസിംഗ് ഡെവലപ്ഡ് ബൈ ദ നാഷണൽ ഇൻഫർമേഷൻ സെന്റർ എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. നിങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗിക്കാം. ഞാൻ ചോദിക്കുന്നത് ശ്രീ ശിവശങ്കർ, നേരത്തെ ഞാൻ ശ്രീ GB ഹരിയോട് ചോദിച്ചതിന് പ്രകാരം ഇത്രക്ക് ഗൗരവമില്ലാത്ത ഒരാക്ഷേപം എടുത്ത് മുന്നോട്ട് വെച്ചിട്ട് മറ്റനവധിയായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിൽ CPM-നെ സഹായിക്കാനുള്ള ഒരു ഉദ്ദേശം BJP നേതാക്കൾക്ക്, സന്ദീപ് വാര്യർക്കും സുരേന്ദ്രനുമുണ്ടോ എന്ന് സംശയിച്ചാൽ എങ്ങനെയാണ് അതിനെ നിഷേധിക്കുക? ഭാഗ്യം, ഞാൻ ഹരി അതും കൂടെ പറയും ഞാൻ വിചാരിച്ചു. കാരണം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാനത്തെ ഒരു പ്രബലനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകന് ഒരു ഡ്രഗ് മാഫിയയുമായിട്ടുള്ള ബന്ധമാണല്ലോ ഇന്നത്തെ പുതിയ വിഷയം. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ ആ കൊടിയേരിയുടെ മകനുമായിട്ടൊരു ബന്ധമുണ്ടാക്കി എന്ന് ഹരി പറഞ്ഞില്ല. ഭാഗ്യം, ഞാൻ അതും കൂടെ പ്രതീക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, ഒരു വിഷയമായി മുന്നോട്ട് കൊണ്ടുവരുന്നു. ശ്രീ സന്ദീപ് വാര്യർക്ക് വ്യക്തമായി ഒരു ആത്മവിശ്വാസമുള്ള ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു ദിവസം ഒരു ആവശ്യമായി മുന്നോട്ട് വരുമ്പോൾ അത്
പ്രതിപക്ഷ നേതാവായാലും ശ്രീ സുരേന്ദ്രനായാലും ഒരു ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഒരു ദിവസത്തെ ആയിരിക്കില്ലല്ലോ, കൂടുതൽ പരിണാമങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരട്ടെ, കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ എന്നുള്ളതേ പറയാനുള്ളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ആദ്യം തന്നെ ഈ ചർച്ച അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ വിഷയം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് ഒരൊറ്റ വിഷയമല്ലല്ലോ ഇന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വന്നു? കാരണം കുറേ നാളുകളായി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഭരണകൂടമോ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു വെറുക്കപ്പെട്ട ജനകീയ ഭരണകൂടമായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വിലയില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശർക്കര മുതൽ ഇവിടുത്തെ പ്രളയ ഫണ്ടിലെ തട്ടിപ്പ് വരെയുള്ള നൂറുകണക്കിന് കാര്യങ്ങളിൽ ദിവസവും വന്ന് മുഖ്യമന്ത്രിക്ക് അഴിമതിയുടെ നാറിയ കഥകൾ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് BJPയുടെ ഒരു നേതാവ് പറയുമ്പോൾ വിറളി പിടിച്ചുകൊണ്ട് ഫിനാൻസ് മിനിസ്റ്റർക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഉത്തരം പറയേണ്ടി വന്നത്. എന്നിട്ട് അതിനെ കളിയാക്കാൻ പറയുന്നു. അതല്ല യഥാർത്ഥ പ്രശ്നം. ഇവിടെ ഈ നിയമത്തിലെ ഓരോ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഫയലിൽ സത്യത്തിൽ വലിയ പ്രശ്നമുണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള കള്ളൊപ്പുകളോ ഇത്തരത്തിൽ ഡിജിറ്റൽ ഒപ്പുകളോ ഒക്കെ ഇട്ടുകൊണ്ട് കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിച്ചിരുന്നത് എന്നതാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വിഡ്ഢിയാണെന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു പത്രവാർത്ത അതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട്. ഈ സംസ്ഥാനത്ത് എനിക്ക് ആ വാദം മനസ്സിലാകുന്നുണ്ട് ശ്രീ ശിവശങ്കർ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MC മൈൻ ഹാജി കൂടെ എനിക്ക് ആ വാദം മനസ്സിലാകുന്നുണ്ട് ശ്രീ ശിവശങ്കർ. അതായത് ഈ ഫയൽ വലിയ പ്രശ്നമുണ്ടായിരിക്കുകയില്ല, നല്ല ആത്മവിശ്വാസത്തോടെ ആയിരിക്കുമല്ലോ സന്ദീപ് വാര്യർ ആ ആക്ഷേപം ഉന്നയിച്ചിരിക്കുക. ആ രണ്ട് വാചകങ്ങളിൽ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ MC മൈൻ ഹാജി കൂടെയുണ്ട്. എനിക്ക് അദ്ദേഹത്തോടുള്ള ചോദ്യം ഈ എന്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഇക്കാര്യത്തിൽ വലിയ ഗൗരവം തോന്നി എന്നതാണ്. ഞാൻ വരാം. ശ്രീ മൈൻ ഹാജി, ഞാൻ താങ്കളിലേക്കാണ് വരിക ഇടവേളയ്ക്ക് ശേഷം. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ MC മൈൻ ഹാജി കൂടെ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ മൈൻ ഹാജി, നിങ്ങളും BJPയും തമ്മിൽ വളരെ വലിയ സൗഹൃദത്തിലാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. അതിനുള്ള ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെ, ഈ വിഷയം. അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുന്ന ഇതൊരു ഗൗരവമില്ലാത്ത ആക്ഷേപമാണ് എന്നത് തിരിച്ചറിയാൻ മാത്രം ഭരണപരിചയം പോലുമുള്ള മുൻമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഈ ആരോപണത്തെ, BJPയുടെ ആരോപണത്തെ അങ്ങോട്ട് ഏറ്റെടുത്തു. അദ്ദേഹം കൂടെ പറഞ്ഞതുകൊണ്ടാണ് ഇത് കൊള്ളാമല്ലോ, ഇത് വലിയ സംഭവമാണല്ലോ എന്ന തോന്നൽ കുറേയേറെ ആളുകൾക്ക് ഉണ്ടായിട്ടുമുണ്ടാവുക. നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ആക്ഷേപിക്കുന്ന പോലെ, ആരോപിക്കും പോലെ ഒരു സൗഹൃദമുണ്ടോ ശ്രീ മൈൻ ഹാജി? സനീഷേ, ഞാൻ അങ്ങ് ഇടപെടരുത്. അതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ കുറെ ദിവസമായി, കുറെ മാസങ്ങളായി ഈ ഗവൺമെന്റിനെതിരെ വരുന്ന ആക്ഷേപങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ഇവിടെ പ്രതിപക്ഷവും BJPയും തമ്മിൽ ഒരു യോജിപ്പാണ് എന്ന് സ്ഥാപിക്കാനുള്ള പെടാപ്പാട് വിടുകയാണ്. അതിന് അദ്ദേഹം പ്രധാനമായും പറയുന്നത് എന്താ? പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള നിലയിൽ ഒരേ വിഷയത്തിൽ ഗവൺമെന്റിനെതിരെയുള്ള പ്രതികരണം വരുമ്പോൾ പ്രതിപക്ഷമായ കോൺഗ്രസും UDF എതിർക്കുന്നു, മുസ്ലിം ലീഗും എതിർക്കുന്നു, BJPയും എതിർക്കുന്നു. അപ്പൊ അവർ യോജിപ്പാന്നാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ നിനിഷേ, കഴിഞ്ഞ UDF ഭരണകാലത്ത് ഇവിടെ കുമ്മനം രാജശേഖരൻ വാ തുറക്കുന്നതിനനുസരിച്ച് തുറക്കുന്ന വാ ആയിരുന്നു ഇവിടെ VS അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ എന്നീ സഖാക്കളുടേതൊക്കെ. അന്ന് അവർ തമ്മിൽ ഒരു കൊലൂഷനാണ്, ഒരു യോജിപ്പാണ്, ഒരു മുന്നണിയാണ് എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ വിവരമുള്ള മനുഷ്യന്മാരാരും വിശ്വസിക്കുകയുമില്ല. കേരളത്തിലെ റിപ്പോർട്ടഡ് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ അത് തള്ളിക്കളയേണ്ടതാ. അത് സംബന്ധിച്ച് ഒരു ചോദ്യം പോലും വിഷയത്തിൽ മറുപടി വേണം ശ്രീ മൈൻ ഹാജി. വിഷയത്തിൽ വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഇവിടെ പ്രതിപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ രണ്ട് തരത്തിലുള്ള രണ്ട് കക്ഷിയും സമരം ചെയ്യുന്നത് ഒരേ വിഷയത്തിൽ. ഇവിടെ ലൈഫ് വിഷയം വരുമ്പോൾ എനിക്ക് താങ്കൾ അങ്ങനെ പറയല്ലേ. അതായത് മറ്റു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകും. അതായത് ഒരു സർക്കാരിനെ എതിർക്കുന്ന പല കക്ഷികളുണ്ടെങ്കിൽ അവർ തമ്മിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും അതൊക്കെ ആകാവുന്നതേ ഉള്ളൂ, ആരാണ് ചോദിക്കുക. പക്ഷേ നാട്ടുകാർക്ക് കേട്ടാൽ തന്നെയും ഇതൊക്കെ പുതിയ സംവിധാനങ്ങളല്ലേ, ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇല്ലേ, ആളുകൾ അങ്ങനെയൊക്കെ ഒപ്പിടില്ലേ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന വളരെ പ്രധാനപ്പെട്ട നേതാവ് എത്രയോ ചെറുപ്പകാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ തന്നെ ഉള്ള അദ്ദേഹം, എന്ന് മാത്രമല്ല IT വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നയാൾ വന്ന് പറയുകയാണ് ഇത് ഗൗരവമുള്ള ആക്ഷേപമാണ് എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി അപ്പറയുന്നതിൽ ശരിയില്ലേ എന്ന് തോന്നുകയില്ലേ? എന്തുകൊണ്ടാണ് കേൾക്കുമ്പോൾ തന്നെയും ഗൗരവമില്ലാത്ത എന്ന് മനസ്സിലാക്കാനാകുന്ന സാങ്കേതിക വിദ്യയുടെ ചെറുചലനങ്ങൾ പോലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലും അറിയാവുന്ന ആളുകൾക്ക് ഇത് ഗൗരവമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ആക്ഷേപം PK കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കുന്നത്? ഇല്ല സനീഷേ, ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങ് കയറി ഇടപെടരുത്.
ഇപ്പൊ അങ്ങ് കയറി എന്ന് മാത്രമല്ല, ഒരു ചോദ്യം നീട്ടിവലിച്ച് എത്ര സമയമായി അങ്ങ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അങ്ങക്ക് എന്തോ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് തോന്നിപ്പോകാൻ ന്യായമായും കാരണമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഉദ്ദേശമുണ്ട്, എനിക്ക് ഈ വിഷയത്തിൽ ഉത്തരം കിട്ടണം എന്ന് മാത്രമാണ്. മറ്റവരെവിടെ ഇരിക്കുകയാണ്. ഉത്തരത്തിലേക്ക് വരികയാണ് മിസ്റ്റർ സിനീഷ്. താങ്കൾ അത് വെയിറ്റ് ചെയ്യണം. താങ്കള് പറയുമ്പോഴേക്ക്, താങ്കളുടെ ചുണ്ട് പൂടുമ്പോഴേക്ക്, ചോദ്യം ചോദിച്ച് ചുണ്ട് പൂടുമ്പോഴേക്ക് ഞാൻ അത് തന്നെ പറയണം എന്ന് അങ്ങ് നിർബന്ധം പിടിക്കാൻ പാടില്ല. ഇവിടെ 1984 മുതൽ 89 വരെയുള്ള ഗവൺമെന്റിൽ EMS-ഉം അഡ്വാനിയും വാജ്പേയിയും ഒറ്റക്കെട്ടായി ഈ ഗവൺമെന്റിനെതിരെ അവസാനം ഒന്നിച്ച് രാജിവെക്കുക കൂടി ചെയ്തു പാർലമെന്റിൽ നിന്ന്. എന്റെ ശ്രീ മായിൻ ഹാജി, താങ്കൾ എത്ര തവണ നമ്മൾ ഒന്നിച്ചിരുന്നതാണ്? നമ്മൾ ഒരു വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ എന്റെ അതിഥികൾ, നേരിട്ട് വന്ന ആളുകൾ, ശ്രീ GV ഹരി അടക്കമുള്ള ആളുകൾ, ആനന്ദവട്ടമാനന്ദൻ അടക്കമുള്ള ആളുകൾ അവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഈ ചോദ്യത്തിലാണ് മറുപടി വേണ്ടത്. ഈ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട ആക്ഷേപവുമായി ബന്ധപ്പെട്ട് താങ്കൾ 84ലേക്ക് പോകുന്നത് എന്താണ്? അങ്ങ് സമ്മതിക്കുന്നില്ലല്ലോ. എനിക്ക് മറുപടി വേഗത്തിൽ വേണം. താങ്കൾ 84ലും EMS സർക്കാരിലേക്കൊക്കെ പോയാൽ എങ്ങനെയാണ്? അവർ തമ്മിൽ സൗഹൃദമുണ്ട്, അവർ തമ്മിൽ ചില അവശ്യത്തെ ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആ പോയിന്റ് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് PK കുഞ്ഞാലിക്കുട്ടി ഈ ആക്ഷേപത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്താണ്? എന്താ ഇവിടെ പറഞ്ഞത് സനീഷെ? PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണല്ലോ. അദ്ദേഹത്തിന്റെ ബൈറ്റൊന്ന് താങ്കൾ എടുക്കൂ. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണല്ലോ. ഇവിടെ സന്ദീപ് വാര്യർ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി വിദേശത്തായിരുന്ന സമയത്ത് ഇവിടെ ഫിസിക്കൽ ഒപ്പ് ഫയലിൽ വന്നിട്ടുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല, അതുപോലെ ഒപ്പിന്റെ ഈ കോപ്പിയല്ല, ഫിസിക്കൽ ഒപ്പ് വന്നിട്ടുണ്ട്. അത് ഗൗരവമുള്ള സംഗതിയാണ്. മുഖ്യമന്ത്രി വിദേശത്തുള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫിസിക്കൽ ഒപ്പ് എങ്ങനെ ഇവിടെ വരുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രതിനിധികൾ, പത്രപ്രതിനിധികൾ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൗരവമുള്ള വിഷയമാണല്ലോ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ പരിണിത പ്രജ്ഞയല്ലേ അത് സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഗൗരവം തന്നെയാണല്ലോ. മുഖ്യമന്ത്രിയുടെ കുറെ പേപ്പറിൽ അഡ്വാൻസ് ഒപ്പിട്ട് പോയതാണെങ്കിൽ എത്ര ഗൗരവമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, സത്യപ്രതിജ്ഞ ലംഘനമാണ്, ഒരു ഭരണാധികാരി ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരു മിനിറ്റ് പോലും ഭരണത്തിൽ തുടരാൻ പാടില്ലാത്തതാണ്. അത്ര വലിയ ഗൗരവമുള്ള കേസല്ലേ അത്. ഫിസിക്കൽ ഒപ്പ് എന്ന നിലയിലാണ് സന്ദീപ് വാര്യർ അത് ഉന്നയിച്ചത്. ഇവിടെ കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖമായ ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പത്രക്കാർ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണല്ലോ എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. അതിലെവിടെ കുഞ്ഞാലിക്കുട്ടിയെ ആക്ഷേപിക്കാനുള്ളത്? മുഖ്യമന്ത്രിയുടെ അല്പത്തമല്ലേ എന്ന് കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ ആക്ഷേപിച്ചത്? അല്പനായ പിണറായി വിജയൻ അല്പത്തം വിളമ്പുകയല്ല എന്ന് ചെയ്തത്. മോശം വാക്കുകൾ പ്രയോഗിച്ച് ശരിയായില്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാം. അത് താങ്കൾക്ക് തുടരണമെങ്കിൽ തുടരാം. ശ്രീ ആനന്ദവട്ടമാനന്ദൻ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, അതായത് അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന കാര്യം ഫിസിക്കലായിട്ട് ഒപ്പിട്ടു എന്നൊരാൾ പറയുമ്പോൾ അമേരിക്കയിലിരുന്നയാൾ ഇവിടെയുള്ള ഫയൽ ഫിസിക്കലായിട്ട് ഒപ്പിട്ടെങ്കിൽ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെയാണെങ്കിൽ എന്ന ക്ലോസോടുകൂടി പറയുമ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പക്ഷേ അപ്പോൾ തന്നെയും BJP-യും ലീഗും ഒക്കെ ചങ്ങായിമാരാണ് എന്ന് അവരെ അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഇത്രക്ക് വിശദമായിട്ട് ഇക്കാര്യത്തിൽ തള്ളിക്കളയേണ്ടുന്ന വിഷയത്തിൽ മറുപടി പറഞ്ഞതുപോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞതുപോലും ഈ തരത്തിൽ രാഷ്ട്രീയമായിട്ട് അവരുടെ സൗഹൃദത്തെ, ഇങ്ങനെ ഇല്ലാത്ത സൗഹൃദത്തെ കാണിച്ച് അവരെ ആക്ഷേപിക്കാനല്ലേ എന്ന് സംശയിക്കുന്ന ആളുകളടക്കം ഉണ്ടാകും. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഇതുമായി ബന്ധപ്പെട്ട് ലീഗിനെയും BJP-യും വലിയ സൗഹൃദത്തിലാണെന്നൊക്കെ പറഞ്ഞത് കടന്ന ആക്ഷേപമല്ലേ ശ്രീ ആനന്ദവട്ടം? ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് BJP-യും ലീഗും തമ്മിലുള്ള ബന്ധവും കടന്നാക്കാൻ അതിലേക്കൊന്നും പോകണില്ല. നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ ഇവിടെ ഫിസിക്കൽ ഒപ്പിടാൻ പാടുണ്ടോ, ഫിസിക്കലായി അമേരിക്ക ആയിരിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ ഒപ്പിടാൻ പാടുണ്ടോ, ഇതാണ് മായൻ ഹാജിൻ്റെ വലിയ ഗൗരവമേറിയ ചോദ്യം. അതാണെങ്കിൽ എന്തൊരു രാജ്യദ്രോഹമാണ്, എന്തൊരു കുറ്റമാണ് എന്നാണ് അദ്ദേഹത്തിന് കണ്ടുപിടുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഫയലുകൾ അയക്കാൻ തീരുമാനിച്ചത് തന്നെ 2014 മായൻ ഹാജിയുടെ പാർട്ടി കുഞ്ഞാലിക്കുട്ടി കൂടി മന്ത്രിസഭയിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിലാണ്. 2014 ഏപ്രിൽ മാസത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ്. ഇവിടെ ഫിസിക്കൽ ഒപ്പിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇമെയിലിൽ പോയി ഒപ്പിട്ട് വരുന്ന കാര്യത്തിനൊന്നും ഒരു വിഷമമില്ല. അത് വാട്സാപ്പിലോ ഇമെയിലായിട്ട് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് സ്കാൻ ചെയ്ത് ഒപ്പിട്ടയക്കാം. ഇനി ഡിജിറ്റൽ ഫിസിക്കൽ ഒപ്പിൻ്റെ കാര്യം, ഫിസിക്കൽ ഒപ്പാണെങ്കിൽ തന്നെ ഒപ്പിടേണ്ട പേപ്പർ സ്കാൻ ചെയ്ത് മെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ അയച്ചാൽ അത് ഡൗൺലോഡ് ചെയ്ത്
ഒപ്പിട്ട ശേഷം തിരിച്ചയക്കാം. ആ സിസ്റ്റമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മായിൻ ഹാജി, അത് ഈ സാങ്കേതികവിദ്യ മായിൻ ഹാജിക്ക് ഈ സാങ്കേതികവിദ്യ അറിയാമെന്ന് ഞാൻ കരുതുന്നു. അത് അറിയാമെങ്കിൽ അത് അറിഞ്ഞിട്ട് അത് മറച്ചു വെച്ചിട്ട് ഉഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനെ അത് അങ്ങനെയാണെങ്കിൽ ഗൗരവതരമായ തെറ്റാണെന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഫിസിക്കൽ ഒപ്പാണെങ്കിൽ പോലും അത് പേപ്പറിൽ ഒപ്പിട്ട് ഇവിടെ അയച്ച് ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പിലോ ഇമെയിലിലോ അയച്ച് അവിടെ ഡൗൺലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത് ഒപ്പിട്ട് ഇങ്ങോട്ടയക്കാം. ആ സിസ്റ്റമാണ് നടക്കുന്നത്. ഇത് 2019 കേന്ദ്ര ഗവൺമെൻറ് ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നപ്പോൾ ചെയ്തിരുന്ന പണിയും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം അറിയാവുന്ന നിങ്ങൾ ആളുകളുടെ ഇടയിൽ സംശയത്തിൻ്റെ വിത്ത് പാകാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുന്നതാണ്. അത് BJP സന്ദീപ് വാര്യർ പറഞ്ഞു. സന്ദീപ് വാര്യർ എന്ത് പറഞ്ഞു എനിക്ക് പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ കേട്ടതുമില്ല. അദ്ദേഹം ഇതാണ് പറഞ്ഞെങ്കിൽ അദ്ദേഹം അത് തിരുത്തും. ഇവിടെ എൻ്റെ സ്നേഹിതൻ ശിവശങ്കർ പറഞ്ഞൊരു കാര്യം, ഒരു സംശയം അദ്ദേഹം ഉന്നയിച്ചു, ഒരു സാങ്കേതികമായി. അത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് മാനുവൽ ഇതുണ്ടോ? സെക്രട്ടേറിയറ്റ് മാനുവൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇപ്പോഴത് വീണ്ടും നന്നായി പരിഷ്കരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് 2019 കേന്ദ്ര മാനുവൽ പരിഷ്കരിച്ചത്. അതിനുശേഷം ഈ സിസ്റ്റമാണ് ലോകത്താകെ നടപ്പാക്കുന്നത്. എൻ്റെ സ്നേഹിതൻ ശിവശങ്കർ ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ആണെങ്കിൽ പോലും മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് അമേരിക്ക കണ്ടുപിടിച്ച ഈ ഐപാഡ് ഉപയോഗിക്കുന്ന പിണറായി വിജയൻ എന്ന് ചോദിച്ചു. മാർക്സിസം ഇന്ന് കണ്ടുപിടിക്കുന്ന ശാസ്ത്രത്തിൻ്റെയൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു ഫിലോസഫിയാണ്, തത്വശാസ്ത്രമാണ്. അതിനകത്ത് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഭവിഷ്യത്തും ഗുണദോഷവും ഗുണദോഷവശങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അസസ് ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അതുകൊണ്ട് പിണറായി വിജയന് ഏത് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നാലും അത് മനസ്സിലാക്കാനും പ്രയോഗിക്കാനും മാർക്സിസം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകന് കഴിയും. അതാ നന്നായി നമ്മുടെയൊക്കെ ഭരിക്കുന്ന സർക്കാരൊക്കെ ആ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഞങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും കൊള്ളാവുന്ന ഒരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നത്. ഞാൻ ശിവശങ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം ഹരിയോടെ ഇരിക്കുക. ഒരു നിമിഷം ഒറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഹരി, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം കൂടെ ഉണ്ടല്ലോ. അതായത് ഇതിനൊരു രാഷ്ട്രീയ അവസരം എന്ന നിലക്ക് മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് UDF-ഉം ലീഗ് അടക്കുന്ന UDF-ഉം BJP-യും തമ്മിലൊരു ഐക്യമുണ്ട് എന്നാണ് അദ്ദേഹം നേരത്തെ അത് മറ്റൊരു വാചകത്തിലൂടെ പ്രയോഗിച്ചതാണ്. അതായത് എന്തെങ്കിലും സുരേന്ദ്രൻ പറയുന്നു, തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തല അത് ഏറ്റെടുക്കുന്നു എന്ന നിലയാണുള്ളത് എന്ന്. ഇത് ആ ഒരു രാഷ്ട്രീയ സംഗതി ഉയർത്തി കൊണ്ടുവരുന്നതിന് പിന്നിലെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ടല്ലോ. ആ തന്ത്രത്തിന് മുന്നിൽ കോൺഗ്രസും UDF-ഉം ക്ഷീണിതരാകുമോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്ഷീണമൊന്നും ആ കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മായിനാജി വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൊതുപ്രശ്നങ്ങൾ ആരുന്നയിച്ചാലും ആ പൊതുപ്രശ്നങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ പൊതുപ്രശ്നങ്ങളെ നമ്മൾ പിന്താങ്ങുക എന്നുള്ളത് അത് BJP ഉയർത്തിക്കൊണ്ടുവന്നാലോ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നാലോ പൊതുപ്രശ്നത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പൊതുപ്രവർത്തകർ എന്നതിൽ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ അത് ഉന്നയിക്കണ്ടേ? അപ്പോൾ അത് BJP ഉന്നയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഉന്നയിക്കാൻ പാടില്ല, ലീഗിന് ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ വെറും ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ്. ഞാൻ ആനത്തലവട്ടം ആനന്ദട്ടം പറഞ്ഞ ആ ഒരു കാര്യത്തെ ഞാനും പിന്താങ്ങുകയാണ്. കാരണം ഈ ഡിജിറ്റൽ ഒപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മൾ പറഞ്ഞതുപോലെ വെറുതെ ഈ പൊതുജനങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അസനീഷെ നമ്മളെപ്പോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരിത് കേൾക്കുമ്പോൾ നമ്മളത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതാകുന്നത്. അദ്ദേഹം പറഞ്ഞ ശരിയായിട്ടൊരു കാര്യമാണ്, ഞാൻ അതിനെ പിന്താങ്ങുകയാണ്. എന്താണെന്നറിയാമോ, ഈ ഒരു വിഷയത്തിലാണ് കേട്ടോ, അത് എന്നതുകൊണ്ട് കോൺഗ്രസും BJP ഒരുമിച്ചായി എന്ന് ധരിക്കരുത്. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അതായത് ഇവിടെ നിന്നൊരു പേപ്പർ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പേപ്പർ നേരെ ഇമെയിലിൽ അയച്ചു കൊടുത്താൽ അവിടെ നിന്ന് ഒപ്പിട്ട് തിരിച്ചത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഒറിജിനലായിട്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം കളർ ഫോട്ടോസ്റ്റാറ്റ് ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ സാങ്കേതിക വിദ്യകൾ. അതുകൊണ്ട് അതിനകത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ ശിവശങ്കർ അദ്ദേഹം അത് പറയുമായിരിക്കും, അല്ലെങ്കിൽ നാളെ ബാക്കി കാര്യങ്ങൾ സന്ദീപ് വാര്യർ പറയാം. അതൊന്നും ഏറ്റുപിടിക്കാൻ ആഗ്രഹില്ല. അതിനേക്കാൾ പ്രധാനം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ മഹേൻ ഹാജി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ആ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതിപ്പോൾ സുരേന്ദ്രൻ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാൽ ഞങ്ങളത് ഉന്നയിക്കുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ ആരോപണമായതുകൊണ്ട് ഞങ്ങൾക്ക് ഉന്നയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ട് സുരേന്ദ്രൻ അത് ഉന്നയിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അത് പറയാൻ പാടില്ല എന്നും ഞാൻ അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് താങ്കൾ ചോദിച്ചില്ല, അല്ലെങ്കിൽ പറഞ്ഞെക്കുറിച്ച് താങ്കൾ ഒരു കാര്യം ചോദിച്ചല്ലോ, മാനേജുകേട് നിങ്ങൾ ചോദിച്ചു. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാനത് കേട്ടതാണ്, ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് ഞാൻ കേട്ടതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ, അതായത് മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാതിരുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായൊരു ഒപ്പ് ഈ ഫയലിനകത്ത് വന്നതിനെക്കുറിച്ച് ഒരു വലിയ ആരോപണം വന്നിരിക്കുന്നു. അത്തരത്തിലൊരു കാര്യം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന്. എന്താ തെറ്റുള്ളതിനകത്ത്?
അങ്ങനെ പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം ലീഗിനോടൊപ്പം അല്ലെങ്കിൽ BJPയോടൊപ്പം ചേരുന്നത്? അപ്പോൾ അതിനൊക്കെ അത് വളരെ ബാലിശമായിട്ട് കാര്യം. ഇതിനകത്ത് ഈ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത് കൊണ്ടൊന്നും കേരളത്തിലെ കോൺഗ്രസോ ലീഗോ അല്ലെങ്കിൽ UDF ഒന്നും തകർന്നു പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിനേക്കാൾ വലിയ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളല്ല, തെളിവ് സഹിതം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഞങ്ങൾക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നുകൊണ്ട് ശ്രീ ശിവശങ്കർ സൂചിപ്പിച്ചാണ്. അതായത് വ്യക്തിപരമായ കാര്യമായിട്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. കാരണം ഒരു CPMന്റെ പ്രമുഖരായ ജനറൽ സെക്രട്ടറിയുടെ മകനെക്കുറിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും അതിനകത്ത് അദ്ദേഹത്തിന് ഒരു മാതൃകാപരമായി നമുക്കറിയാമല്ലോ, ഈ നമ്മളെപ്പോഴും പറയാറില്ലേ, മാതൃകാപരമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യമായിട്ടൊന്നുമല്ല ഉണ്ടാകുന്നത്. എന്നാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഞങ്ങൾ പറയുകയാണ്, പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങൾ തെളിവ് കൊടുക്കും. ഇതുവരെയുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് വാസ്തവമുണ്ടെന്ന് നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ വെറുതെ ഞങ്ങൾ പറയില്ല, കൃത്യമായി ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ആശങ്കയൊന്നുമില്ല ശ്രീ സനീഷ്. അതുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത് പറയാം. സംശയമില്ല ശ്രീ ശിവശങ്കർ. ഒന്ന് ഞാൻ സഖാവ് ആനന്ദരാട്ടപ്പ സാറിനോട് ഇത് അദ്ദേഹം ടെക്നോളജി യൂസ് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ അതിനെതിരാണെന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സാന്ദർഭികമായി ഐപാഡ് ഉപയോഗിക്കരുത്, അത് അമേരിക്കൻ പ്രൊഡക്റ്റാണ്, ലിനോവയോ ഹുവായിയോ അങ്ങനെ എന്തെങ്കിലും, ചൈനയുടെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ക്യൂബയുടെ വേണ്ട, ചൈനയുടെയെങ്കിലും ഉപയോഗിക്കാമെന്നൊരു തമാശ പറഞ്ഞതാണ്. അല്ലാണ്ട് ടെക്നോളജി യൂസ് ചെയ്യണം. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇത്തരത്തിലുള്ള പരിപ്പോടെയും ചായയും കുടിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള നയമൊന്നും എനിക്കില്ല. ഞാൻ അക്കാര്യത്തിൽ EP ജയരാജൻ്റെ കൂടെയാണ്. സകല ശാസ്ത്ര വിജ്ഞാനങ്ങളും നമ്മൾ നേടണം. പറ്റുമെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മിയാലിൽ തന്നെ പോകണം. ബൂത്ത് സെക്രട്ടറിയും വിടണം അമേരിക്കയിലേക്ക്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു ആശുപത്രിയിലും പോകരുത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആവശ്യം. അങ്ങും അതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അതല്ല പ്രശ്നം. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞു, ഞാനത് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. രണ്ട് കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ഒന്ന്, സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ 100 പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നാണ്. അതിൽ ഏതെങ്കിലും പദ്ധതി കഴിഞ്ഞ 3 ബഡ്ജറ്റ്, ഞാൻ ആ ബഡ്ജറ്റ് മുഴുവൻ എടുത്ത് നോക്കുകയായിരുന്നു, അതിൽ വിചിത്രമായ കാര്യങ്ങളൊന്നും അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളായി പറഞ്ഞ 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഗെയിൽ പൈപ്പ് പദ്ധതി. 2, NHന്റെ ഡെവലപ്മെൻറ്റ്. 3, പവർ ഗ്രിഡ്. 4, ലൈഫ് പദ്ധതി. ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ എത്ര ഫണ്ടാണ് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. ആദ്യം ഞാൻ പറഞ്ഞ 3 പ്രൊജക്റ്റിനും 100% സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് പ്രൊജക്റ്റാണ്. മറ്റേ ലൈഫ് പദ്ധതി നമുക്കറിയാം ബാക്കി കുറച്ച് വരുന്നുണ്ടെന്ന്. അടുത്ത ഒരു കാര്യം താങ്കൾ പറഞ്ഞത്, സംസ്ഥാനത്ത് ഒരു UAEയുടെ എംബസി വന്നിട്ട് കുറച്ച് വീട് പണിയണം, ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. അതറിയണമെങ്കിൽ സംസ്ഥാന സർക്കാർ UAE പോയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വീട് പണിയാനായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങളൊന്ന് വീട് പണിത് നോക്ക്. അപ്പം അറിയാം ആ സംസ്ഥാനത്തെ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുമെന്ന്. എടുത്ത് അകത്തിടും. അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ കൊടുത്ത സ്ഥലത്ത് UAE സർക്കാർ ഒരു ടെൻഡറും വിളിക്കാണ്ട് പറഞ്ഞിട്ട് കുറച്ച് പേരെ താമസിപ്പിച്ചിട്ട് അവിടെ മരിച്ചു പോയാൽ താങ്കളുടെ സർക്കാരല്ല, അടുത്ത് വരുന്ന BJP സർക്കാരോ കോൺഗ്രസ് സർക്കാരോ ആ പാവപ്പെട്ടവർക്ക് പണം നൽകേണ്ടി വരും. അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിലായിരിക്കും, അന്നത്തെ മുഖ്യമന്ത്രിയുടെ തലയിലായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ചിട്ട് നിസ്സാരവൽക്കരിച്ചിട്ട് പോകരുത്. 3, ഈ 100 പദ്ധതികളിൽ ബാക്കി കാര്യങ്ങൾ പലയിടത്തും പറയുന്ന സ്റ്റേഡിയങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഈ ടെക്നോളജി പ്രകാരം ഞാൻ 2017 അതായത് ഇത്രമാത്രം വിഷയങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു വരിയിലപ്പുറം പറയാനില്ലാത്ത ഈ ഒപ്പിൻ്റെ വിഷയവുമായിട്ട് വന്നത് എനിക്ക് നല്ല സംശയമുണ്ട്. ഏതോ വിധത്തിൽ ഈ സർക്കാരിനെ ഒരല്പം രക്ഷപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമമില്ലേ എന്ന് ഞാനങ്ങോട്ട് സംശയിച്ചാൽ അത് കുറ്റമാണ് എന്ന് പറയാനാകുമോ? അതായത് താങ്കൾ ഈ പറയുന്ന പ്രകാരം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു 100,000 വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ BJPയും കോൺഗ്രസും ഉന്നയിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഒരു ഒപ്പിൻ്റെ വിഷയം അതാണെങ്കിൽ വിശദീകരിച്ച് ന്യായീകരിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു കാര്യം. എന്തോ ഒരു കളി ഏതോ ഭാഗത്ത് നടക്കുന്നുണ്ടോ? ഞാൻ തിരിച്ചു വെക്കട്ടെ. അങ്ങനെ സന്ദീപ് വാര്യർ ഒരു ഒപ്പിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉന്നയിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുന്ന കയത്തിലാണോ ഈ സംസ്ഥാന സർക്കാർ കിടക്കുന്നതെന്ന് ലോകത്തിലെ നന്മയുള്ള ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഇന്ത്യയിലെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അന്റാർട്ടിക്കയിലെ മറ്റേ ദ ഗ്രേറ്റ് ഒരു ഡീപ്നെസ് ഉണ്ടല്ലോ ഈ ലോകത്തെങ്ങുമില്ല. മലയുടെ മുകളിലല്ല, അന്റാർട്ടിക്കയിലെ പസഫിക്കിലായിട്ടാണ് ഏറ്റവും വലിയ കയമെന്ന് പറയുന്നു, ഏറ്റവും വലിയ കുഴിയെന്ന് പറയുന്നു. അതിലും താഴെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കിടക്കുന്നത്. ഒരു സന്ദീപ് വാര്യരോ സുരേന്ദ്രനോ അല്ല. ഇനിയിപ്പോൾ വാമനൻ അവിടെ നിന്ന് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി വന്ന വഴിക്കെങ്ങാനും പിടിച്ചു പൊക്കിയാൽ പോലും ഈ മുഖ്യമന്ത്രി പൊങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, വിചാരിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ
അവരുടെ സ്വർഗം ആരുടെ സ്വർഗമാണെന്ന് ഞാൻ പറയുന്നില്ല. തൽക്കാലം നല്ല നമസ്കാരം അങ്ങനെ ചിന്തിക്കുന്നവർക്ക്. അതാണ് ശ്രീ ആനന്ദവട്ടമാനന്ദൻ. രാഷ്ട്രീയമാണല്ലോ, എല്ലാവർക്കും എന്തും ചിന്തിക്കാം. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഇവിടെ അങ്ങനെ ചിന്തിച്ചാൽ താങ്കളുടെ മറുപടി എന്തായിരിക്കും? അതായത് ഇതാ എന്തൊക്കെ സംഭവങ്ങളാണ് അന്തരീക്ഷത്തിലുള്ളത്, പക്ഷേ പെട്ടെന്ന് ഒരു ഒപ്പ് എന്ന നിലക്ക് ഇങ്ങ് പൊങ്ങി വരികയാണ്. അതും എങ്ങനെയാണ്? സാധാരണഗതിയിൽ സന്ദീപ് വാര്യർ അവരുടെ ഒരു യുവ നേതാവാണ്, വക്താവാണ്. അദ്ദേഹം മാത്രമായിട്ടൊരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചർച്ചക്കിടയിൽ പറയുകയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെയല്ല, ആദ്യം അതിനൊരു ട്രെയിലറുണ്ട്. അതായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വരുന്നു, അല്പസമയത്തിന് ശേഷം സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനം നടത്തും, മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. പിന്നീട് വളരെ വലിയ വാർത്താ സമ്മേളനത്തിലൂടെ സന്ദീപ് വാര്യർ ആ വാർത്ത അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അത് വാർത്തയായിട്ട് വരുന്നു, ആളുകൾക്കെല്ലാം സംശയത്തോടു കൂടിയായി അങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ല എന്ന് വരുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് സുരേന്ദ്രൻ വീണ്ടും വന്ന് വളരെ ഗൗരവത്തിൽ പറയുകയാണ്. ഇവിടെ ശ്രീ ആനന്ദവട്ടമാനന്ദൻ യഥാർത്ഥത്തിൽ സത്യം പറയൂ. അതായത് ഈ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഒന്നിച്ചിറങ്ങിയിട്ട് അതിഗൗരവതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾക്കെതിരെ ഉന്നയിച്ച അതേ ദിവസം തന്നെയും ഇങ്ങനെയൊരു വാർത്ത കൂടെ അന്തരീക്ഷത്തിലേക്ക് വിട്ടതിൽ BJPയും CPMും തമ്മിലാണ് ഒരു സൗഹൃദമുള്ളത്, എന്തോ ഒരു ഒക്കച്ചങ്ങായത്തമുള്ളത് എന്ന് സംശയിക്കുന്ന ആളുകൾക്ക്, ആരെങ്കിലും അങ്ങനെ സംശയിച്ചാൽ താങ്കൾക്ക് ആ കാര്യത്തെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനും തള്ളിക്കളയാനും സാധിക്കുമോ? സാമാന്യ ബുദ്ധിയുള്ളവരാരും അങ്ങനെ സംശയിക്കില്ല. BJPയും CPMുമായിട്ടൊരു ധാരണയുണ്ട്, കൂട്ടുകെട്ടുണ്ട്, ഐക്യമുണ്ടെന്ന്. ആരൊക്കെയാണ് ധാരണയുള്ളത്? രണ്ടും വർഗപരമായ വീക്ഷണങ്ങളൊന്ന് പരിശോധിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പറയാൻ ഒക്കുമോ? BJPയുടെ വർഗരാഷ്ട്രീയമാണോ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗരാഷ്ട്രീയം? കോൺഗ്രസിൻ്റെ വർഗരാഷ്ട്രീയമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗരാഷ്ട്രീയം? കോൺഗ്രസിൻ്റെ വർഗ സമീപനം, BJPയുടെ വർഗ സമീപനം, ഇത് രണ്ടും ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമായ വർഗവീക്ഷണമുള്ള വർഗ സമീപനമുള്ള പാർട്ടികൾ തമ്മിൽ ഐക്യമെന്ന് പറഞ്ഞാൽ ഇത് ആരാണ് വിശ്വസിക്കുക? ഭംഗിവാക്കിങ്ങനെ പറയാമെന്നല്ലാതെ ആഴത്തിൽ നിന്ന് പരിശോധന നടത്തി നോക്ക്. കോമൺ സെൻസ് ഉള്ള ഒരാൾ വിശ്വസിക്കുമോ? ഐക്യം വരാവുന്ന ഒരേ വർഗ സമീപനമുള്ള വർഗ വീക്ഷണമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലാണ് ഐക്യം. അല്ലാതെ വ്യത്യസ്ത വീക്ഷണമുള്ള സമീപനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാവില്ല, വൈരുദ്ധ്യമേ ഉണ്ടാവൂ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇനി ഇവിടെ എൻ്റെ സ്നേഹിതൻ ഇവിടെ മിസ്റ്റർ ശിവശങ്കരൻ സൂചിപ്പിക്കുകയുണ്ടായി, ലൈഫ് പദ്ധതി വിദേശത്ത് നിന്ന് കോൺസുലേറ്റ് ഇവിടെ വന്ന് ടെൻഡർ വിളിച്ച് കരാറുകൾ വെച്ചാൽ നടപ്പാക്കിയാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവനം അമൃതപ്പെട്ടാൽ ആര് സംരക്ഷണം നൽകും, ആര് പൈസ കൊടുക്കും? കേരള ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ലൈഫ് പദ്ധതിയിൽ പണി നിൽക്കുന്ന കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഈ ഗവൺമെൻറ് പരിശോധിക്കും. ലൈഫ് മിഷൻ പരിശോധിച്ച് മാത്രമേ സർട്ടിഫൈ ചെയ്യുള്ളൂ, ആൾ താമസിപ്പിക്കുകയുള്ളൂ. ഒരുത്തം വന്ന് ഇവിടെ മനോരമ വീട് വെച്ച് തന്നു, മാതൃഭൂമി വീട് വെച്ച് തന്നു, ഏഷ്യാനെറ്റ് വീട് വെച്ച് തരുന്നു, നിരവധി സംഘടനകൾ ഇവിടെ വീട് വെച്ച് തരുന്നു. അതൊക്കെ ലൈഫ് മിഷൻ്റെ എഞ്ചിനീയർമാർ അതിൻ്റെ സാങ്കേതിക വശം മുഴുവൻ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആളെ കയറ്റി പാർപ്പിക്കുകയുള്ളൂ. അതിനൊന്നും ഒരു തർക്കവും വേണ്ട മിസ്റ്റർ ശിവശങ്കർ, അക്കാര്യത്തിലൊക്കെ ഗ്യാരണ്ടീഡാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു 100 ദിവസത്തെ പദ്ധതി. 100 ദിവസത്തെ പദ്ധതിയിൽ നിങ്ങളുടെ തന്നെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗെയിൽ പദ്ധതി നടപ്പാക്കാൻ ഈ UDFൻ്റെ കാലത്ത് കുറേ വർഷങ്ങളായി കേന്ദ്രത്തിൻ്റെ സഹായം, ഞാൻ കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞോ? NHൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായമില്ലെന്ന് പറഞ്ഞോ? നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ് കൂടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത സമീപനം എന്താ? NHന് സ്ഥലമെടുത്ത് കൊടുക്കുന്ന 25% കൊടുക്കാമെന്ന് പറഞ്ഞു. മുമ്പ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞിട്ടില്ല. കേന്ദ്രം സ്ഥലമെടുത്ത് തന്നാൽ ഞങ്ങൾ റോഡ് പണിയാമെന്ന് പറഞ്ഞാണ് നിന്നത്. ഇപ്പം എന്താ ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പറഞ്ഞത്? ആ സ്ഥലത്തിൻ്റെ വിലയുടെ 25% ഞങ്ങൾ തരാം. അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ കേന്ദ്രമന്ത്രിമാരെന്താ പറഞ്ഞത്? ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാത്രമേ ഗെയിൽ പദ്ധതി പൂർത്തിയാകൂ, ഈ ഗവൺമെൻറ് കാലത്ത് മാത്രമേ മുടങ്ങിക്കിടക്കുന്ന NH പൂർത്തിയാകൂ, പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയൂ എന്ന് BJPയുടെ മിസ്റ്റർ ശിവശങ്കറിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമല്ലേ പറഞ്ഞത്? ശരി, അല്ലല്ലോ, സഖ്യമല്ല. സഖ്യത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ. വർഗപരമായി വ്യത്യസ്ത വീക്ഷണമുള്ളവർ തമ്മിൽ സഖ്യമുണ്ടാവില്ല. അപ്പൊ അതാണ് അതേ സംബന്ധിച്ച് പറയാൻ. പിന്നെ ഹരി ഇവിടെ ചില കാര്യങ്ങൾ ചോദിപ്പിച്ചു. ഹരി ഒരു കാര്യം പറയുണ്ടായി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ. ശിവശങ്കറിന് ഒരു ചോദ്യമുണ്ട്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ പറയൂ, ആ ചോദ്യം പറയൂ. ഓക്കെ ചോദ്യം വർഗപരമായി അങ്ങ് പറയുന്നു, ഒരു താത്വികമായി ഞാൻ അംഗീകരിക്കുന്നു, CPMും BJPയുമായി യോജിക്കാൻ പറ്റില്ല. പക്ഷെ CPMും ലല്ലു പ്രസാദ് യാദവുമായും CPMും കേരള കോൺഗ്രസുമായും CPMും മറ്റു ഞാൻ എണ്ണം പറയുന്നില്ല, ഈ പാർട്ടിവരെ വർഗപരമായ എന്ത് സമീപനമാണ് സാർ ഉള്ളത്? എങ്ങനെ യോജിക്കുന്നത്?
അതൊക്കെ വലിയ കടന്ന ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ശ്രീ ആനന്ദവട്ടമാനന്ദൻ അത് വേണ്ട, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. താങ്കൾ ഈ പറഞ്ഞ് അവസാനിപ്പിക്കും. എനിക്ക് അതൊരു ചോദ്യമാണ്. ഒരു കാര്യം ശ്രീ ആനന്ദവട്ടമാനന്ദൻ പറയും. അല്ല ആ ചോദ്യത്തിന് ഞാൻ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയണ്ടേ? ചോദ്യത്തിനോട് ചോദിച്ചിട്ട് പോയാൽ മതിയാ? ചോദ്യത്തിന് മറുപടി ഉണ്ട്. ഞങ്ങളുടെ വർഗപരമായ വീക്ഷണം സമീപനം അത് ലക്ഷ്യത്തിലെത്തിക്കുന്നതിലേക്ക് വേണ്ടി കേരള കോൺഗ്രസ്, ലല്ലു പ്രസാദിന്റെ പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികളെയൊക്കെ ഞങ്ങളുടെ യാത്രയിൽ കൂട്ടുപിടിക്കും. ഞങ്ങളുടെ നയസമീപനം അംഗീകരിക്കുന്ന പക്ഷം ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തിച്ചേർക്കാൻ അവിടെ 2 സീറ്റ് കിട്ടും. നിങ്ങളുടെ നയം ലല്ലു പ്രസാദ് സ്വീകരിച്ചതാണ്. ലല്ലു പ്രസാദിന്റെ നടക്കുന്നത്. അതായത് ആക്ഷേപങ്ങളുടെ പെരുമഴയാണ് അതിനകത്ത്. കേരള രാഷ്ട്രീയം ഒരു കാലത്ത് അങ്ങേറ്റം ഗൗരവമില്ലാത്ത വിഷയങ്ങൾ പോലും വരികയാണോ ശ്രീ ജി വി ഹരി? ചർച്ച അവസാനിപ്പിക്കും. വേണമെന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഇതിനകത്ത് ഏറ്റവും എനിക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയൂ ശ്രീ ഹരി, അവസാനിപ്പിക്കൂ. ത്രിപുരയിലും ഇവിടെ ബംഗാളിലേക്ക് എത്തി. ഇവിടെ അല്ലല്ല, ഇതിനകത്തെ സനീഷെ വളരെ സിമ്പിൾ ആയിട്ട് ഇവർക്കെതിരെ എന്തും, അതായത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ വിചാരിച്ചു ഈ സർക്കാരിനെതിരെ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തും പറയാം എന്നുള്ള ലൈൻ വന്നിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ശ്രീ ആനത്തലവട്ട സഹാവിനെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞ കേട്ടിട്ട് എനിക്ക് പെട്ടെന്ന് ചിരി എന്നറിയാതെ രണ്ട് BJP-യും CPM-ഉം രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു സംശയം എനിക്കുള്ളത്, ഈ CPM വന്ന ആളുകളൊക്കെ പോകുന്നത് BJP-യിലേക്കാണ്. ഇത് പരിശോധിച്ച് നോക്ക്. കേരളത്തിൽ പ്രധാനപ്പെട്ട CK പത്മനാഭൻ അടക്കം ഇപ്പൊ BJP പ്രവർത്തിക്കുന്നവരൊക്കെ വന്നിട്ടുള്ളത് ഈ CPM ഇതാണ്. നമ്മൾ പരിശോധിച്ച് നോക്കുക. പാലക്കാട് നോക്കുക, പാലക്കാടത്തെ അവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുക. എനിക്ക് മനസ്സിലാവില്ല പ്രവൃത്തിയിലെങ്ങനെയല്ല. എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ ശിവശങ്കർ, ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ശ്രീ ജി വി ഹരി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ ഒപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതൊരു ആക്ഷേപം മാത്രമായിരുന്നെങ്കിൽ അത് ചർച്ചയാകേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ വളരെ പ്രധാനപ്പെട്ടൊരു മുൻ മന്ത്രി, ഒരു MP തന്നെയും അക്കാര്യത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രവുമല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായിട്ട് പതിവില്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ ഡിവൈസ് ഐപാഡ് എടുത്ത് ഉയർത്തിക്കാട്ടി അതിന് വിശദമായ മറുപടിയും കൊടുത്തു. സ്വാഭാവികമായിട്ടും അത് കേരളത്തിലൊരു ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അതേക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നമ്മൾ കേട്ടത്. പക്ഷേ ത്രിപുരയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കയറി വന്നു. ഏതായാലും വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.